പ്രൈസ് ലോർഡ്. നമ്മള് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് തോന്നി 8-ന്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ അത് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഇതിന്റെ കാരണം, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു കൺഫ്യൂഷനിലായിരിക്കും ജീവിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തില് അപ്പോസ്തലൻ 3 തരം വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ജഡീകൻ, പ്രാകൃതൻ, ആത്മീയൻ. അതിൽ ജഡീകൻ എന്ന് പറയുന്ന ആളോടുള്ള ബന്ധത്തിൽ ജഡീകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്നുള്ളതാ പ്രശ്നം. നമ്മളോട് റോമർ 8-ല് 12 നമ്മൾ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. വീണ്ടും ജന്മം പ്രാപിച്ച 1 കൊരിന്ത്യരിൽ അവരെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ അവർ വീണ്ടും ജന്മം പ്രാപിച്ചവരാണ്, എല്ലാ കൃപാവരങ്ങളും ഉള്ളവരാണ്, കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്നവരാണെന്ന് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് കാത്തിരിക്കുന്നു. പക്ഷേ തുടർന്ന് അവരോട് പറയുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കാൻ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? അത് കാണിക്കുന്ന ഒരു കാര്യം, വീണ്ടും ജന്മം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് എല്ലാ കൃപാവരങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീണ്ടും ജഡീകന്മാരായി നടക്കാനായിട്ട് കഴിയുമെന്നുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ 3 തലങ്ങളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയനെ നയിക്കാനായിട്ട് കഴിയത്തില്ല. റോമർ 8-ന്റെ 5 ആ വാക്യം നമ്മൾ ചിന്തിച്ചാണെങ്കിൽ ഒന്നുകൂടെ ചിന്തിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഈ ജഡസ്വഭാവമുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ കുറിച്ച് 7-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 7-ന്റെ 5 അതിങ്ങനെ തുടങ്ങുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താലുള്ളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എഫേസ്യ ലേഖനം 2-3 നമ്മൾ വായിക്കുന്നുണ്ട്, മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ഇവിടെ 7-ന്റെ 5 വീണ്ടും പറയുകയാണ്, നാം ജഡത്തിലായിരുന്നപ്പോൾ. അതൊരു ഭാഷ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. നാം ജഡത്തിലായിരുന്നപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കൊണ്ട് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ലളിതമായ അർത്ഥം, നമ്മൾ ജഡത്തിൽ നമ്മുടെ മനസ്സ് വെച്ചിരുന്നപ്പോഴെന്നാണ്. അതാണ് മുമ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥം അത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരുന്നപ്പോൾ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? ന്യായപ്രമാണത്താലുള്ളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കൊണ്ട് നിങ്ങളുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പൊ ഈ 5-ാമത്തെ വാക്യത്തിൽ റോമർ 8-ന്റെ 5 പറയുന്നത്, അങ്ങനെ ജഡത്തിൽ മനസ്സ് വെച്ചവർ, അവർ ചിന്തിക്കുന്നത് ജഡത്തിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജഡത്തിനുള്ളത് അല്ലെങ്കിൽ ജഡത്തിലുള്ളത്. ജഡത്തിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്കറിയാം. ഗലാത്യ ലേഖനത്തിലും 1 കൊരിന്ത്യർ 6-ലൊക്കെ നമ്മൾ അതിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നുള്ളതിനെ കുറിച്ച്
അപ്പൊ നമ്മൾ ജഡത്തിൽ നമ്മുടെ മനസ്സ് വെച്ചിരിക്കുമ്പം ആ ജഡത്തിലുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ മഷിക്കകത്തിട്ടാൽ അത് വലിച്ചെടുക്കുന്ന മഷിയായിരിക്കും. ഇപ്പൊ ചുമന്ന മഷിയാണെങ്കിൽ ആ സ്പോഞ്ച് ചുമന്ന മഷി വലിച്ചെടുത്ത് ചുമന്ന നിറമുള്ളതായിരിക്കും. കറുത്ത മഷിയുള്ള മഷിക്കകത്തിടുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മൾ ജഡത്തിൽ വെക്കുമ്പം ജഡത്തിലുള്ള പാപങ്ങളാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ജഡത്തിലുള്ള പാപങ്ങളാണ് നമ്മുടെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുന്നത്. റോമർ 8:5 അതാ പറയുന്നത്. രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ജഡസ്വഭാവമുള്ളവർ ജഡസ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ജഡത്തിൽ മനസ്സ് വെച്ചവരാണ് ജഡസ്വഭാവമുള്ളവർ. അവിടെ താഴോട്ടത് പറയുന്നുണ്ട്. രണ്ടാം ഭാഗത്ത് പറയുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ വീണ്ടും ജനത്തോടു കൂടി നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിലാണ് സന്തോഷിക്കുന്നത്. അവന്റെ ദാഹം മുഴുവൻ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹമാണ്. പക്ഷെ പഴയ മനസ്സ് പാപത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. എപ്പോഴും അതിന്റെ ചിന്ത പാപമാണ്, അതിന്റെ ദാഹം പാപമാണ്. എപ്പോഴും അത് പാപത്തിന്റെ പിന്നാലെ ആയിരിക്കും അതിന്റെ യാത്ര. പക്ഷെ പുതിയ മനുഷ്യൻ പാപത്തിനെതിരാണ്. അവന്റെ ചിന്ത എപ്പോഴും ദൈവിക കാര്യങ്ങളിലായിരിക്കും, അല്ലെ ആത്മാവിനുള്ള കാര്യങ്ങളിലായിരിക്കും. അല്ലെ, അങ്ങനെ വീണ്ടും ജനിച്ച ഒരാളുടെ മനസ്സ് എപ്പോഴും വെക്കേണ്ടിയത് ആത്മാവിലാണ് വെക്കേണ്ടിയത്. തുടർന്ന് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത മരണം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഡെത്ത്, ബട്ട് ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് ലൈഫ് ആൻഡ് പീസ്. അപ്പൊ അങ്ങനെ വീണ്ടും ജനിച്ച ഒരാള് അവന്റെ മനസ്സ് വെച്ചിരിക്കുന്നത് ആത്മാവിലായിരിക്കും. പക്ഷെ അവന്റെ മനസ്സ് ജഡത്തിൽ വെക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് 11-12 വാക്യങ്ങളിൽ 12-13 വാക്യങ്ങളിൽ പറയുന്നത്, പൗരന്മാരെ, നാം ജഡത്തെ അനുസരിച്ചല്ല, ജഡത്തിൽ മനസ്സ് വെച്ച് ജീവിക്കേണ്ടത് ജഡത്തിലല്ല കടക്കാരായിരിക്കുന്നത്. നിങ്ങൾ ജഡത്തിൽ മനസ്സ് വെച്ചാൽ മരിക്കും നിശ്ചയം. ജഡത്തിലുള്ളത് മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ് ജഡത്തിലുള്ളത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിലത്തെ നടപ്പിനെ കുറിച്ച് പറയുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 21-ൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നാറുണ്ടോ? അന്നത്തെ നമ്മുടെ ചിന്തകളെ കുറിച്ച്, വാക്കുകളെ കുറിച്ച്, ആഗ്രഹങ്ങളെ കുറിച്ച്, ലക്ഷ്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ഇന്ന് നമുക്ക് ലജ്ജ തോന്നുന്ന ഒരു അനുഭവം ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുജനത്തെ നമ്മൾ സംശയിക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മളെക്കുറിച്ച് തന്നെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത്. എട്ടിന്റെ 6-ൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും പറഞ്ഞിരിക്കുന്നത്. The mind is set on the flesh is death, but the mind is set on the spirit is life and peace. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള വഴിയിൽ ഈ സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. പലപ്പോഴും നമുക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെയോ മറ്റു വ്യക്തികളെയോ കുറ്റപ്പെടുത്തും. പക്ഷെ സത്യത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം, എനിക്ക് സമാധാനം നഷ്ടപ്പെടുമ്പോൾ, ഞാൻ അസ്വസ്ഥനാകുമ്പം ഞാൻ മനസ്സിലാക്കേണ്ട ആ സമയത്ത് എൻ്റെ മനസ്സ് ജഡത്തിലായിരിക്കുന്നത്, ആത്മാവിലല്ല എന്നുള്ളതാണ്. ജഡത്തിൽ ഒരിക്കലും സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, ക്ഷമയില്ല, കരുണ, ഇതൊന്നുമില്ല. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ജഡത്തിൽ വെക്കുന്നോ അന്നേരം മരണമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. കാരണം ജഡത്തിൽ അതാ ഉള്ളത്. നമ്മുടെ മനസ്സ് ആത്മാവിൽ വെച്ചാൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ വെച്ച മനസ്സോ ജീവനും സമാധാനം. ജീവൻ എന്ന് പറയുമ്പോൾ എന്താ? മരണം എന്ന് പറയുമ്പോൾ എന്താ? ഈ പറഞ്ഞ
ജഡത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നതാണ് മരണം. ആത്മാവിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നതാണ് ജീവൻ. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു പരീക്ഷയുടെ സാധ്യത കടന്നു പോയപ്പം ഈ ഒരു വചനം എൻ്റെ ഉള്ളില് ദൈവാത്മാവ് എനിക്ക് ഒരു പ്രകാശമായിട്ട് തന്നു. അപ്പം ഞാൻ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ, കയ്പുള്ളവനാകുന്നുണ്ടെങ്കിൽ, പരാതിയുള്ളവനാകുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ഞാനിവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ആ സമയത്ത് എൻ്റെ മനസ്സ് ജഡത്തിലാണ്, ആത്മാവിലല്ല. ആത്മാവിലാണെങ്കിൽ ഞാൻ ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും എൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനവും ദൈവിക സ്വഭാവ ജീവനവും വെളിപ്പെട്ട് വരത്തുള്ളൂ. തുടർന്ന് 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മളെ തന്നെ വിധിക്കുന്നവരാണല്ലേ. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ദൈവവചനത്തോടുള്ള ഒരു മത്സരം കാണാനായിട്ട് കഴിയും, പ്രത്യേകിച്ചും പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ. പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് വെളിപ്പെട്ട് വരുന്നത്. ആവർത്തനം 8 പറഞ്ഞിട്ടുണ്ട്, നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് നിന്നെ കാണിപ്പാനായിട്ടാണ് ഞാൻ ഈ 40 സംവത്സരത്തിന്റെ മരുഭൂമികൾ നടത്തിയത്. അവിടെ നമുക്ക് ആ ഭാഗം നോക്കാം. അവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവർത്തനം 8-ന്റെ 2 നല്ല വാക്യങ്ങളാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമി നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും. അപ്പൊ ഈ പരീക്ഷകളിലൂടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യം ഒന്നാമത് നമ്മളെ താഴ്ത്തുക എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നു 3-ാം വാക്യത്തിൽ, നിന്നെ വിശപ്പിക്കുകയും. അതിന്റെ ഉദ്ദേശം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാതെ മന്നോണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. അപ്പം സങ്കീർത്തനക്കാരൻ 139-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. 139-ാമത്തെ സങ്കീർത്തനത്തില് എന്റെ പ്രാരംഭവാക്യങ്ങളില് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്ന ഒരു കാര്യം, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നു നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും താൻ പറയുകയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ആദ്യം അറിഞ്ഞു എന്നാ പറയുന്നത്, പക്ഷെ വീണ്ടും പറയുകയാണ്, യഹോവേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ, എന്റെ ചിന്തകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എല്ലാം ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. വീണ്ടും ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്തറിയണം, എന്റെ ഹൃദയത്തെ അറിയണം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് നന്നായിട്ട് അറിയാം, നമുക്ക് അറിയാൻ മേലാത്തെ. അപ്പൊ ഈ ശോധനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മള് വെളിച്ചമാണോ ഇരുളാണോ, അല്ലെ ജീവനിലാണോ മരണത്തിലാണോ നമ്മൾ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഈ ശോധനകളുടെ മധ്യത്തിലാണ് നമ്മൾ അറിയാനായിട്ട് ഇടയായിത്തീരുന്നത്. അത് നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഓരോ പരീക്ഷയിലും നമ്മൾ കടന്നുപോയി കഴിയുമ്പോൾ നമ്മളിത് പുറപ്പെട്ടു വരുന്നത് ജീവനാണോ മരണമാണോ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പൊ ദൈവം നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴ കർത്താവിൽ വെളിച്ചമാണ്. യോഹന്നാൻ 1:7 പറയുന്നത്, അതിന്റെ മുകളിലത്തെ ഭാഗങ്ങൾ പറഞ്ഞ അവന് ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങള് അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂത. ദൈവത്തിൽ ഇരുട്ടില്ല. തുടർന്ന് 7 പറയുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്,
അവന്റെ പുത്രൻ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഈ വെളിച്ചത്തിൽ നമ്മൾ വർദ്ധിച്ചു വരണമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ സാഹചര്യങ്ങളും, നമ്മളെ കടത്തിവിടുന്ന സാഹചര്യങ്ങളിലെല്ലാം വെളിച്ചത്തിന്റെ ഫലമായിരിക്കണം നമ്മളിൽ നിന്ന് വരണ്ടേ. അത് അനുകൂല സാഹചര്യങ്ങളാണേലും പ്രതികൂല സാഹചര്യങ്ങളാണേലും. അപ്പൊ നമ്മൾ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാൻ, അനുകൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിന്ന് പലപ്പോഴും നല്ല ഫലങ്ങളൊക്കെയാണ് പുറപ്പെട്ടു വരാറുള്ളത്. സ്നേഹവും സന്തോഷവും സമാധാനവും. പക്ഷെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ യഥാർത്ഥത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇസ്രായേൽ ചെങ്കടലിൽ എത്തുന്നതിന് പുറകിൽ വെച്ച് ഒരു പിറുപിറുത്തു. പക്ഷെ ചെങ്കടൽ കടന്നപ്പോ അവർ ദൈവത്തെ സ്തുതിച്ചു. എന്ന് പറഞ്ഞാൽ ആ ചെങ്കടൽ കടക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയിലൂടെ ദൈവം വരെ നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം വന്നു. പക്ഷെ ചെങ്കടൽ കണ്ടപ്പം അവർ പിറുപിറുക്കുക ചെയ്തത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളില് എന്താണ് ഉള്ളതെന്നുള്ളത് ഈ പരീക്ഷകളിലാണ് നമ്മൾ കണ്ടെത്തുന്നത്. ആത്മാവിന്റെ ഫലം ആണോ ജഡത്തിന്റെ പ്രവൃത്തികളാണോ നമ്മളിലുള്ളത്? ഒരിക്കൽ നമ്മളിൽ എല്ലാം ജഡത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ ആത്മാവിന്റെ പിന്നാലെ പോകുമ്പോൾ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ദൈവിക ഫലങ്ങളാണ്. അല്ലെ, ആത്മാവിന്റെ ഫലമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സമയത്തും ജീവനിൽ നിൽക്കുക, സമാധാനത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. നമുക്കറിയാം നമ്മളിൽ തന്നെ ആ ഫലങ്ങളൊന്നുമില്ല. കർത്താവ് അതുകൊണ്ടാണ് യോഹന്നാൻ 15 പറഞ്ഞ്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായിട്ട് കായ്പാൻ കഴിയത്തില്ല. അപ്പൊ ഓരോ പരീക്ഷകളിലും നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിലായിരിക്കുന്നോ ജഡത്തിലായിരിക്കുന്നോ? ജഡത്തിലായിരിക്കുമ്പോൾ മരണം ഉളവാക്കുന്ന ഫലങ്ങളാണ് നമ്മളിവിടെ പുറത്തേക്ക് വരുന്നത്. ആത്മാവിലായിരിക്കുമ്പോൾ ജീവനുള്ള ജീവന് സമാധാനമാണ് നമ്മളിവിടെ പുറത്തേക്ക് വരുന്നത്. ഇനി അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതിന്റെ 7ന്റെ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ കഴിയുന്നില്ല, കീഴ്പ്പെടുകയില്ല. 7ാം വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ വന്ന്, ബിക്കോസ് ഓഫ് ദ മൈൻഡ് സെറ്റ് ഓൺ ദ ഫ്ലഷ് ഈസ് ഹോസ്റ്റൈൽ ടുവേഴ്സ് ഗോഡ്. നമ്മുടെ ജഡത്തിൽ വെച്ചിരിക്കുന്ന മനസ്സ് എപ്പോഴും ദൈവത്തിനെതിരാണ്. ദൈവത്തിനെതിരെന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾക്കെതിരായിരിക്കും. നമുക്ക് നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ആ സത്യം കാണാനായിട്ട് കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അവരനുസരിക്കുകയും കീഴ്പ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ ഇന്ന് എന്ത് ഫലമാണ് പുറത്തേക്ക് വരുന്നേ? സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ. പക്ഷെ അവർ മത്സരിക്കുകയും എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ന് വരുന്ന ഫലങ്ങൾ ഏതാണ്? അസ്വസ്ഥതയും കോപവും നിരാശയും പകയൊക്കെ വരും. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഇതിലേതാ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം? യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ മനസ്സ് വെച്ചവരാണെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മളിൽ നിന്ന് വരുന്ന ഫലം ഒന്ന് തന്നെയായിരിക്കും, ദൈവിക ഫലങ്ങളായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ജഡത്തിലാ വെച്ചിരിക്കുന്നെങ്കിൽ എപ്പോഴും അനുകൂല സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല ഫലം പുറപ്പെടുവിക്കും. അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളിലുള്ള യഥാർത്ഥ സ്വഭാവം വെളിയിലേക്ക് വരും. 2 കൊരിന്ത്യർ 2 അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാണ്. എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളിന്ന് പുറപ്പെടുന്ന വാസന ദൈവത്തിന്റെ വാസനയാണ്, അല്ലെ ക്രിസ്തുവിന്റെ വാസനയാണ്. ആത്മാവിൽ മനസ്സ് വെച്ച ഒരാളുടെ പ്രത്യേകത അതാണ്. അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും. നമ്മളൊരു പാട്ടി പാടാറുണ്ട്, കയ്പുള്ള അനുഭവങ്ങൾക്കും സ്തോത്രം, സ്വസ്ഥതയിലേക്ക് അവ നമ്മെ നടത്തും. പക്ഷെ കയ്പുള്ള അനുഭവങ്ങളിൽ നമ്മുടെ ഫലം എന്താ പുറപ്പെട്ടു വരുന്നത്? ക്രിസ്തുവിന്റെ വാസനയാണോ സ്വയത്തിന്റെ വാസനയാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് ആത്മാവില വെച്ചിരിക്കുന്നെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളിൽ നിന്ന് സൗരഭ്യവാസനയായിരിക്കും വരുന്നത്.
അനുകൂലമായ കാറ്റ് വരുമ്പോഴും പ്രതികൂലമായ കാറ്റ് വരുമ്പോഴും നമ്മള് ഉത്തമഗീതത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, തെന്നിക്കാറ്റെ വരിക, വടുതിക്കാറ്റെ വീശുക, എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ വന്ന് അതിൻ്റെ നല്ല ഫലം ഭുജിക്കട്ടെ എന്ന് പറഞ്ഞ അനുകൂലമായ കാറ്റും പ്രതികൂലമായ കാറ്റും രണ്ടും വരുമ്പോൾ നമുക്കറിയാം, ഒരു നല്ലൊരു പൂന്തോട്ടം, ഒരു മന്ദമാരുതം വരികയാണെങ്കിൽ നമ്മളിങ്ങനെ മണം പിടിക്കും, ഇവിടുന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ പൂക്കളുടെ എന്നൊക്കെ പറയും. ആ തോട്ടത്തിലൊരു കൊടുങ്കാറ്റ് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മണം അത് തന്നെയാണ്, അതേ വാസനയായിരിക്കും. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മുടെ മനസ്സ് ആത്മാവില വെച്ചിരിക്കുന്നെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. 5:16 നമ്മൾ വായിക്കുന്നില്ല, എപ്പോൾ സന്തോഷിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. അത് അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സ് ആത്മാവില വെച്ചിരിക്കുക. കാരണം ആത്മാവിൽ ഒറ്റ ഫലമേ ഉള്ളൂ, സൗരഭ്യമുള്ളൊരു ഫലമുള്ളത്. നമ്മളിലാണ്, നമ്മുടെ ജഡത്തിലാണ് ദുർഗന്ധം ഉണ്ടാക്കുന്ന ഫലങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ മനസ്സ് ആത്മാവിൽ നമ്മൾ വെച്ചിരിക്കുന്നിടത്ത് ഈ അനുകൂല സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും ഒരേ ഫലമായിരിക്കും, അല്ലെ ഒരേ വാസനയായിരിക്കും നമ്മളിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളിന്ന് രണ്ട് വാസന ഉണ്ടെന്ന് കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ തെറ്റായിരുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. എന്നോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെ കോപിക്കാതിരിക്കാൻ പറ്റുക എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ മനസ്സ് വെച്ച ഒരാളാണ് എല്ലാ സാഹചര്യങ്ങളിലും നമ്മളിന്ന് ക്രിസ്തുവിന്റെ ഒരു സൗരഭ്യവാസനയാണ് വരേണ്ടി. കരുണയുടെയും ക്ഷമയുടെയും പൊറുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വാസനയാണ് നമ്മളിന്ന് വരേണ്ടത്. ഈ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്നാണ് ദൈവം നമ്മളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മളെ തന്നെ അറിയത്തില്ല. നമ്മുടെ ചിന്ത നമുക്ക് നമ്മളെ അറിയാവുന്ന. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ചത്, എന്നെ ശോധന ചെയ്ത് എന്നെ അറിയണമേ. ശോധനയിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ വെളിപ്പെട്ട് വരുന്നത്. നമുക്കറിയാം, യോബിന്റെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ യോബ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഈ പരീക്ഷയാകുന്ന അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോഴാണ്, സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ സത്യം അംഗീകരിക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പരാജയം, നമ്മളത് അംഗീകരിക്കാതെ നമ്മളെ തന്നെ ന്യായീകരിക്കുകയും നമ്മളെ തന്നെ നീതീകരിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ടും തുടങ്ങും. അതിന് അനന്തരഫലം ഈ പറഞ്ഞ ആത്മാവിലുള്ളൊരു സ്വസ്ഥത നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. നമ്മൾ എപ്പോഴും ഒരു അസ്വസ്ഥരായിരിക്കും, എപ്പോഴും പരാതിയുള്ളവരായിരിക്കും, എപ്പോഴും പിറുപിറുക്കുന്നവരായിരിക്കും. പുറമേ നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഉള്ളിൽ തിളച്ചു മറിയുന്ന വികാരങ്ങൾ ഇതൊക്കെയായിരിക്കും. അപ്പം ഈ ജഡത്തിൽ വെച്ചൊരു മനസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനത്തിന് വിധേയപ്പെടാൻ കഴിയത്തില്ല. 1 കൊരിന്ത്യരിൽ അതിനെക്കുറിച്ച് പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അതാ പറഞ്ഞിരിക്കും, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളത്തില്ല, അത് ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാകിയാൽ അവനത് പോഷത്വമാണ്. നമുക്കറിയാം, ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെ പറയുന്നുണ്ട്. ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് പോഷത്വമാണ്, വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയാണ്. ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രാകൃത മനുഷ്യന് അത് പോഷത്വമായിട്ടാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അടിക്കുമ്പോൾ തിരിച്ചടിക്കരുത്, കുറ്റപ്പെടുത്തുമ്പോൾ നല്ലത് പറയണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ആ വചനങ്ങളോടുള്ള പ്രതികരണം എങ്ങനെ? അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ? ഒരാൾ നമ്മളെ ശപിക്കുന്നു, അപ്പൊ ദൈവജനം ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു എതിർപ്പ് കാണാൻ കഴിയും. നമ്മുടെ ടെൻഡൻസി അനുഗ്രഹിക്കാനല്ല,
നേരെ മറിച്ച് ശപിക്കാനാണ്, തിരിച്ചടിക്കാനാണ്. തിരിച്ചടിക്കുക എന്ന് പറയുമ്പം കൈകൊണ്ടായിരിക്കത്തില്ല, വാക്കുകൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചടിക്കുന്നത്. അല്ല, ചിരിച്ചുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പറയുമ്പോൾ പോലും ആന്തരിക മനോഭാവം നല്ല അടി കൊടുക്കുന്ന ഒരു മനോഭാവമായിരിക്കും. ഇപ്പം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും ഒക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ അതിന്റെ ഉറവ നമ്മുടെ ഹൃദയം പരിശോധിച്ചാൽ ഉള്ളിൽ ആ ചിരിയൊന്നുമില്ല, ഉള്ളിൽ അസ്വസ്ഥതയാണ്. പുറമേ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും ഉള്ളിൽ അസ്വസ്ഥത എന്നാ പറയുന്നത്. അത് കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സ് ജഡത്തിലാണ് വെച്ചിരിക്കുന്നതെന്ന്. ആത്മാവിൽ വെച്ചിരിക്കുന്ന ഒരു മനസ്സിന്റെ അകവും പുറവും ഒരുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പുറമേ പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും ഉള്ളിലും ഉള്ളത്. സുതാര്യത ഉണ്ടാകും എപ്പോഴും. ഉള്ളിലൊന്നും പുറമെ വേറൊന്നുമായിട്ടല്ല, ഉള്ളിലും പുറത്തും ഒരുപോലെ ആയിരിക്കും നമ്മളായിരിക്കുന്നത്. ജഡത്തിൽ മനസ്സ് വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറമെ ഒരു നല്ല മുഖം കാണിക്കും, ഉള്ളിലാകപ്പാടെ അസ്വസ്ഥതയും അകൽച്ചയും പരാതിയും കുറ്റാരോപണവും ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ജഡത്തിൽ വെച്ച മനസ്സിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിധേയപ്പെടത്തില്ല, അതിന് വിധേയപ്പെടാൻ കഴിയുന്നതുമല്ല. അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആന്തരിക മനോഭാവം എന്താന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അതിന് വിധേയപ്പെടുന്നവരാണോ, ഉള്ളുകൊണ്ട് അതിനോട് എതിർക്കുന്നവരാണോ? സത്യസന്ധരായിട്ട് നമ്മളെ തന്നെ വിധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ തന്നെ ഉള്ളിൽ ദൈവത്തോട് പലപ്പോഴും എതിർപ്പ് കാണാനായിട്ട് കഴിയും. അത് നമ്മളെ ശോധന ചെയ്യുമ്പം, നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ സന്തോഷിക്കുന്നവരാണോ, അസ്വസ്ഥരാകുന്നവരാണോ? നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള ഇരുൾ വെളിപ്പെട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷമാണോ ദുഃഖമാണോ തോന്നാറുള്ളത്? നമ്മൾ ആത്മാവിൽ മനസ്സ് വെച്ച ഒരാളാണല്ലേ, നമ്മുടെ ഉള്ളിലുള്ള ഇരുൾ എക്സ്പോസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരും സന്തോഷിക്കുന്നവരും ആയിരിക്കും. കാരണം നമ്മൾ ഇരുട്ടിനെ പഹിക്കുന്നവരും വെളിച്ചത്തെ സ്നേഹിക്കുന്നവരുമാണ്. അപ്പം കർത്താവ് പരീശന്മാരോടുള്ള ബന്ധത്തില് അവരുടെ ഉള്ളിലുള്ള ഇരുട്ട് എക്സ്പോസ് ചെയ്തപ്പം നമ്മൾ എല്ലാ സാരിലും കാണുന്നത് അവർ അവനെ ഒടുക്കിക്കളവാനുള്ള മാർഗം ആലോചിച്ചെന്നാണ്. പരീശന്മാരുടെ പ്രത്യേകത എങ്ങനെയായാലും ഇവനെ ഒടുക്കിക്കളയണം. ഇതിന്റെ കാരണം എന്താ? കർത്താവിനെ എനിക്ക് പറഞ്ഞു, അതിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് ഞാൻ സാക്ഷ്യം പറയുകയാൽ അതെന്നെ പഹിക്കുന്നു. ലോകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാ. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മുടെ പ്രവൃത്തിയുടെ ദോഷം എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ, നമ്മൾ ഈ ക്രൂശിന്റെ വഴി അറിഞ്ഞ ഒരാളാണെങ്കിൽ നമ്മൾ സന്തോഷിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരു രോഗത്തെ കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്ന പോലെയാണ്. നമുക്ക് മറിഞ്ഞിരുന്ന ഒരു രോഗം ഒരു എക്സ്റേയിലോ സ്കാനിലോ കണ്ടെത്തി ഡോക്ടർ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, അതിന്റെ ചികിത്സയ്ക്ക് വിധേയനാകുമെന്ന് പറയുമ്പം നമ്മൾ ആ ഡോക്ടറെ വെറുക്കുമോ? അവസാനം ചികിത്സയെല്ലാം കഴിഞ്ഞ് സൗഖ്യമായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ മനുഷ്യനോട് നന്ദി പറയും, നന്ദി. പക്ഷെ ആത്മീയമായിട്ട് ചിന്തിച്ചു നോക്കിയേ, ആത്മീയമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഇരുളിനെ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ നന്ദിയാണോ പറയുന്നത്, അതോ ആ ഇരുൾ എക്സ്പോസ്ഡ് ആയതിനെ കുറിച്ച് നമ്മൾ അസ്വസ്ഥരാണ്? അത് ആരാണോ ആ ഇരുളിനെ തുറന്നു കാണിച്ച് ആ ആളോട് നമുക്ക് എതിർപ്പും വെറുപ്പുമാണോ തോന്നുന്നത്, അതോ ആളോട് സ്നേഹമാണോ തോന്നുന്നത്? നമുക്കറിയാം ആശരീയ അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും നന്ദിയുള്ളവരാ അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് വരുന്നിടത്ത് പെട്ടെന്ന് നമ്മൾ മുറിപ്പെടുന്നവരും അസ്വസ്ഥരാകുന്നവരും വഹിക്കുന്നവരൊക്കെ ആയിരിക്കുന്ന കാണാനായിട്ട് കഴിയും. ദൈവനത്തിന്റെ പ്രകാശനത്തിന് മുമ്പിൽ നമ്മുടെ ഇരുള് പലപ്പോഴും തുറന്നു കാണിക്കപ്പെടാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രണ്ടു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒരു കൂട്ടര് വെളിച്ചത്തെ സ്നേഹിക്കുന്നവരും ഒരു കൂട്ടര് വെളിച്ചത്തെ വഹിക്കുന്നവരും. സ്നേഹിക്കുന്നയാള് എന്താ ചെയ്യുന്നത്? തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കേണ്ടത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരു സുതാര്യതയോടെ ആയിരിക്കും നമ്മൾ ഇടപെടുന്നത്. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ നമ്മൾ തയ്യാറായിരിക്കും. പക്ഷെ മറ്റേ ആളെ കുറിച്ച് പറയുന്നത് തന്റെ പ്രവൃത്തിക്ക് ആശയം വരാതിരിക്കാൻ താൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല.
നമ്മുടെ ആന്തരികമായ ഒരു കൂട്ടായ്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഈ ഇരുളായപ്പോഴും നമുക്കറിയാം. സഭയുടെ പണിയോടുള്ള ബന്ധത്തിൽ ഈ ശരീരമാകുന്ന സഭയെക്കുറിച്ച് പറയുന്നിടത്ത് അവയവങ്ങൾ തമ്മിൽ ഭിന്നതയില്ലാണ്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ നമ്മൾ ശോധന ചെയ്യപ്പെടുമ്പോൾ, അല്ലെ നമ്മളുടെ ഇരുട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ആത്മാവിൽ പണിയപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സഹോദരനോട് പറയും, സഹോദര എൻ്റെ ഇരുട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് തുറന്നു കാണിച്ചതിന് എനിക്ക് നന്ദിയുണ്ട്. കാരണം ആ ഇരുട്ട് പോയാലേ എനിക്ക് കൂടുതൽ കൂട്ടായ്മ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ വെളിച്ചത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, വെളിച്ചത്തെ പകയ്ക്കുന്നവരാണെങ്കിൽ ആ സഹോദരനോട് നമ്മൾ അകന്നുകൊണ്ടേ ഇരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ ഉദാഹരണം പറയായിരുന്നു. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്ന് കടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തന്നെ അടിക്കുകയാണെങ്കിൽ പഠിച്ച കൈയോട് നമുക്ക് പിണക്കം വല്ലതും തോന്നുമോ? അത് വേറൊരു സഹോദരനെ അടിക്കുമ്പം ചില കട്ടി കൂടിപ്പോയെന്ന് വിചാരിക്കുക, ചില ശക്തിയിലാണ് അടിച്ചു, നമുക്ക് ഇച്ചിരി വേദനയൊക്കെ എടുത്തു. അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രതികരണം എന്താ? ശരിക്കും ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നവരാണെങ്കിൽ ആ അടിയെ നമ്മൾ നന്നായിട്ട് എടുക്കും, നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ഈ ഒരു ഏക ആത്മാവിലല്ല നമ്മൾ പണിയപ്പെടുന്നെങ്കിൽ നമ്മൾ ആ സഹോദരനോട് ഇച്ചിരി അകന്നു നിൽക്കും. ഞാൻ പറഞ്ഞ ആത്മീയമായിട്ടുള്ള കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ തിരുത്തലുകള്, ശാസനകളൊക്കെ വരുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാണോ അതോ ഇച്ചിരി നമുക്കൊരു അസ്വസ്ഥത തോന്നാറുണ്ടോ? അത് കാണിക്കുന്ന അങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. നാം വെളിച്ചത്തിലേക്ക് വരണം. അവിടെ നമ്മളെ തന്നെ വിധിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നതിന് തടസ്സമായിട്ട്, ആ സഹോദരനോട് ചേർന്ന് പണിയപ്പെടുന്ന തടസ്സമായിട്ട് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് കണ്ടെത്തി അംഗീകരിക്കുകയും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. നമ്മളത് ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഈ അടി മേടിക്കാൻ വീണ്ടും നമ്മൾ അടുക്കുകയില്ല. നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ആ അടി കൊള്ളാതെ നമ്മൾ അകന്നകന്ന് നിൽക്കുക, സഹോദരനോട് ഇച്ചിരി വിട്ടുവിട്ട് നിൽക്കും. ചിലപ്പോൾ ശാസനയായിരിക്കാം, തിരുത്തലായിരിക്കാം, ഉപദേശമായിരിക്കാം. അപ്പോൾ ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്ന തലയുമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ ആ തിരുത്തല്, ശാസന, ഉപദേശമൊക്കെ കേൾക്കാനായിട്ട് വീണ്ടും 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 ആ സഹോദരനോട് ചേർന്ന് നിൽക്കും. ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്ന ഒരാത്മാവുള്ളവരാണെങ്കിൽ. അല്ലെങ്കിൽ ആ സഹോദരനിൽ നിന്ന് പരമാവധി അകലം പാലിച്ചേ നിൽക്കത്തുള്ളൂ. നമ്മുടെ മനസ്സ് ഈ ജഡത്തിൽ വെച്ചിരിക്കുന്നിടത്ത് ഇങ്ങനെ ഒത്തിരി തലങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. തുടർന്ന് 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതല്ല, കഴിവില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. 8-ാം വാക്യം ഇംഗ്ലീഷിൽ പറയുന്നത്, ആൻഡ് ദോസ് ഹു ആർ ഇൻ ദ ഫ്ലഷ് കാനോട്ട് പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഈ മനസ്സ് ജഡത്തിൽ വെച്ചിരിക്കുന്നവർക്ക് കഴിയത്തില്ല. ഈ മനസ്സ് ജഡത്തിൽ വെച്ചിരിക്കുന്നവർ എപ്പോഴും എന്താ ചെയ്യുന്നതെന്നറിയോ? ദൈവത്തെ കോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിലെ അതിനെക്കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പം നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 5-ാമത്തെ വാക്യം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പം ജഡത്തിൽ മനസ്സ് വെച്ച ഒരാളിൽ നിന്ന് വീണ്ടും ഇതൊക്കെ പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കോപം, ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേലെ വരുന്നു. പക്ഷെ റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. 5-ാം അധ്യായത്തിൽ
9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറഞ്ഞു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷമോ നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ഈ ജീവൻ എങ്ങനെ കിട്ടുന്നേ? ആത്മാവിൽ വെച്ച മനസ്സ് ജീവനും സമാധാനവുമാണ്. അപ്പൊ നമ്മൾ ആത്മാവിൽ നമ്മുടെ മനസ്സ് വെക്കുമ്പം ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരത്തില്ല. നേരെ മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫലങ്ങളായിരിക്കും നമ്മൾ ആത്മാവിൽ മനസ്സ് വെക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഓരോ പരീക്ഷകളും കടന്നു പോകുമ്പോൾ നാം കണ്ടെത്തേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സ് എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിലാണോ ജഡത്തിലാണോ? ഇവിടെ 8-ാമത്തെ വാക്യം നമ്മൾ വായിച്ചൊരു കാര്യം, ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അവിടെ പറഞ്ഞ ദോസ് ഹു ആർ ഇൻ ദ ഫ്ലഷ്, ജഡത്തിൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, അല്ല ജഡസ്വഭാവമുള്ളവരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരുടെ മനസ്സ് ജഡത്തിൽ വെച്ചിരിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടോ എന്നുള്ളതാ പ്രസക്തമായൊരു ചോദ്യം. ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവായിരിക്കും നമ്മളെ നയിക്കുന്നത്. ഒന്നുകിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ജഡത്താൽ നയിക്കപ്പെടുന്നു. ഒന്നുകിൽ നമ്മൾ ആത്മാവിന്റെ ചിന്തയുള്ളവരായിരിക്കുന്നു, അല്ലെങ്കിൽ ജഡത്തിന്റെ ചിന്തയുള്ളവരായിരിക്കുന്നു. ആത്മാവിന്റെ ചിന്ത എപ്പോഴും ജീവനിലേക്കും സമാധാനത്തിലേക്കും നമ്മളെ കൂടുതൽ കൂടുതൽ നടത്തിക്കൊണ്ടേയിരിക്കും. ജഡത്തിന്റെ ചിന്ത നമ്മളെ അസമാധാനത്തിലേക്കും അസ്വസ്ഥതയിലേക്കും കയ്പിലേക്കും ഒക്കെ നയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു യാത്രയിൽ പലപ്പോഴും സാത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമ്മളെ പ്രകോപിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പരീക്ഷിക്കപ്പെടും നമ്മുടെ ഉള്ളിൽ അപ്പോസ്തലൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണ് രസിക്കുന്നതെങ്കിലും അതിനോട് എതിർക്കുന്ന ഒരു ശക്തി നമ്മളിലുണ്ട്. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം. എൻ്റെ ബുദ്ധിയുടെ പ്രമാണം എന്താ? സ്നേഹിക്കുക, ക്ഷമിക്കുക. ആത്മാവിന്റെ പ്രമാണം അതാ, കരുണ കാണിക്കുക, ദോഷം കണക്കിടാതിരിക്കുക. പക്ഷെ വേറൊരു പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ നമുക്ക് കാണാം, അതിന് വിരുദ്ധമായിട്ടുള്ള. ക്ഷമിക്കാതിരിക്കുക, ഉറക്കാതിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആകാത്ത വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക, പരാതിയുള്ളവരായിരിക്കുക. അപ്പൊ അവിടെ തുടർന്ന അപ്പോസ്തലൻ നമ്മളത് വായിച്ചതാണ്. അങ്ങനെ 2 തരത്തിലുള്ള സ്ഥലങ്ങൾ തന്നെ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7:23 22 പറയുന്നത്, ഞാൻ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നെങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആ പ്രമാണം എന്നെ എൻ്റെ അവയവങ്ങളിലുള്ള പാവപ്രമാണത്തിന് ബദ്ധനാക്കി കളയുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ക്രിസ്തീയത്തിന്റെ വഴിയെ പോകുമ്പോൾ ഈ 2 പ്രമാണങ്ങൾ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ഉള്ളം കൊണ്ട് ഏത് പ്രമാണത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആത്മാവിന്റെ പ്രമാണത്തിലാണോ ജഡത്തിന്റെ പ്രമാണത്തിലാണോ? നമ്മൾ അകം കൊണ്ട് ഉള്ളുകൊണ്ട് ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്? നമ്മൾ ആത്മാവിന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നെങ്കിൽ നമ്മളൊന്ന് വീണാൽ ഉടനെ ചാടി എഴുന്നേറ്റിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ക്ഷമ പറയുകയോ പരിഹാരം വരുത്തുകയോ ചെയ്യും. ഒരിക്കലും നമ്മളെ ന്യായീകരിക്കത്തില്ല. ഈ ആത്മാവിന്റെ വഴി നമ്മൾ നടക്കുന്നിടത്ത് നാം നമ്മെ തന്നെ ഒരിക്കലും ന്യായീകരിക്കത്തില്ല, നമ്മളെ തന്നെ നീതീകരിക്കത്തില്ല. ഇനി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ പോലും നമ്മൾ ഒരിക്കലും തെളിയിക്കാൻ പോകത്തില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചില വിഷയങ്ങൾ വരുമ്പം, പ്രത്യേകിച്ച് ഈ മറ്റു സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പം ചോദിച്ചിട്ടേ ഉള്ളെന്ന് പറയും. കൂട്ടിച്ചോദ്യവും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന കാണാൻ കഴിയും. പക്ഷെ ആത്മാവിന്റെ പിന്നാലെ പോകുന്ന ഒരാൾ ഒരിക്കലും ഒരു കൂട്ടിച്ചോദ്യത്തിന് ശ്രമിക്കത്തില്ല.
അവൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന് വിചാരിക്കും. അവൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് അവനെ കുറ്റപ്പെടുത്തുമെങ്കിൽ അവൻ നിശബ്ദനായിരിക്കും. അപ്പം മിണ്ടാണ്ടിരിക്കുമ്പം കാണുന്നവർക്ക് വിചാരിക്കും ഇവൻ ശരിക്കും ഇവൻ തന്നെയാ തെറ്റുകാരൻ. അവൻ എപ്പോഴും ദൈവഭാഗ്യമായിരിക്കും ജീവിക്കുന്നത്. ആത്മാവിൽ മനസ്സ് വെച്ച ഒരാള് ദൈവഭാഗ്യമായിരിക്കും ജീവിക്കുന്നത്. തുടർന്ന് നമ്മൾ റോമാലിൽ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടത്. നീതിയിരിക്കുന്ന ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആര്? കർത്താവ് ഒരിക്കൽ പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാ മനുഷ്യന് മുമ്പാകെ. നമ്മൾ ഈ ജഡത്തിൽ മനസ്സ് വെക്കുന്ന ഒരാൾ എപ്പോഴും തങ്ങളെ തന്നെ നീതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അന്യായമായിട്ട് കുറ്റപ്പെടുത്തൽ ഉൾക്കൊള്ളാനായിട്ട് അവന് കഴിയത്തില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്ന അവന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും തന്നെത്താൻ തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ശരിയാണ്, അല്ലെങ്കിൽ ഞാനല്ല ഇതൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിക്കാനായിട്ടും നീതീകരിക്കാനും ശ്രമിക്കുന്നിടത്ത് ആത്മാവിന് നമ്മുടെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന ഈ വഴിയില് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പൊ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, കർത്താവിനെ കുറിച്ച് നസറേത്തി മുഴുവൻ പരന്ന ഒരു ശ്രുതി ഇവന്റെ അപ്പൻ ആരാണെന്ന് ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ്. ഒരിക്കല് പരീശന്മാര് തന്നെ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ജനിച്ചവരൊന്നും അല്ല. പക്ഷെ കർത്താവിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. താൻ എങ്ങനെ ജനിച്ചെന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ സന്ദേശം കൊടുക്കാൻ കർത്താവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. കർത്താവ് തെറ്റിദ്ധാരണയുടെ, അപമാനത്തിന്റെ, പഴിയുടെ, ദുഷിയുടെ ആ വഴിയിലാണ് യഥാർത്ഥത്തിലുള്ള ജീവൻ നമ്മൾ പ്രാപിക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മൾ ആ വഴിയെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ, ആത്മാവ് വഴിയെ നമ്മളെ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ദൈവിക പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ നടക്കത്തില്ല. ഒരാത്മീയ സ്വസ്ഥയുടെ അനുഭവത്തിലേക്ക് നമുക്ക് പോവാനായിട്ട് കഴിയത്തില്ല. അത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടത്. എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. നമ്മളെ തന്നെ ന്യായീകരിക്കാനും നീതീകരിക്കാനും ഞാൻ ശരിയാണെന്ന് തെളിയിക്കാനും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് ആത്മാവ് കടത്തിവിടുമ്പോൾ നമ്മൾ നിന്ദിക്കപ്പെടാനും അവമാനിക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനും കുറ്റപ്പെടുത്തപ്പെടാനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ അകത്തെ മനുഷ്യനിൽ നമ്മൾ ശക്തിയോടെ ബലപ്പെടാൻ തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനനായിരിക്കും. എഫീസർ 3 അപ്പോസ്തലന്റെ പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. പലപ്പോഴും ഈ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് പല തെറ്റിദ്ധാരണകളാണ്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവേ എനിക്ക് അധികം കൃപ തരണം. ദൈവം ആർക്കാ കൃപ കൊടുക്കുന്നേ? പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കൃപ കിട്ടുമോ? വചനം വളരെ വ്യക്തമാണ്. താഴ്മയുള്ളവർക്ക് കൃപ നൽകും. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എന്നെ തന്നെ താഴ്ത്തുന്നില്ലെങ്കിൽ എനിക്ക് കൃപ കിട്ടത്തില്ല. ഇവിടെ നമ്മൾ പറയും, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്നിട്ട് ഇതുവരെ കിട്ടിയില്ല. പക്ഷെ കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തണം. അവൻ താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. വളരെ വ്യക്തമാണ്. അപ്പം കൃപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചില്ലേ പോലും. നമുക്കറിയാം, താഴ്ന്ന സ്ഥലങ്ങളിലോട്ടാണ് വെള്ളം ഒഴുകുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നവരാണെങ്കിൽ കൃപ നമ്മളിൽ പെരുകിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളെ തന്നെ താഴ്ത്തുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാ? നമ്മളെ തന്നെ ന്യായീകരിക്കത്തില്ല, തർക്കിക്കത്തില്ല, വാദിക്കത്തില്ല, കുറുകുറുക്കത്തില്ല. നമ്മളെ തന്നെ താഴ്ത്തുന്ന ഒരാൾ ഇതൊന്നും ചെയ്യത്തില്ല. ആ ആളുടെ മേലെ ദൈവത്തിന്റെ കൃപ പെരുകിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്നെ തന്നെ താഴ്ത്താതിരിക്കുകയും ചെയ്യുന്നിടത്ത് എനിക്ക് കൃപ കിട്ടത്തില്ല. പലരും കർത്താവിനെ കുറ്റം പറയും, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഇതുവരെ കൃപ കിട്ടുന്നില്ല. പക്ഷെ കൃപ കിട്ടാനുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. ഇവിടെ 9-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. അല്ലെ, നിങ്ങളുടെ മനസ്സ് ആത്മാവിനെ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ അത്ര. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. നമ്മൾ ആത്മാവിന്റെ നിറവിലല്ലെങ്കിൽ, അല്ലെ ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല. പിന്നെ ആത്മാവ് നമ്മളിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? അല്ലെ, പലപ്പോഴും ഈ ആത്മാവുള്ളതിന്റെ തെളിവായിട്ട്
പല സഭകളിലും പറയുന്ന ഒരു കാര്യം അന്യഭാഷ പറയുന്നുള്ളതാണ്. ആത്മ നിറവ് പ്രാപിച്ചോ എന്ന് ചോദിച്ച ഉടനെ അല്ലേ, പ്രത്യേകിച്ച് ചില സഭകൾ പഠിപ്പിക്കുന്ന അന്യഭാഷാ ഭാഷണത്തോടു കൂടിയ ആത്മനിറവ്. പക്ഷെ ദൈവജനത്തിൽ അങ്ങനെയാണോ പറയുന്നത്? ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞ വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ടറിയാം. വരവുണ്ട്, ഫലമുണ്ട്, ഇലയുണ്ട്. നമ്മൾ ഏതിനെ അന്വേഷിക്കുന്നു? ഫലത്തെയാണോ ഇലയാണോ? ഒരു വൃക്ഷത്തെ അതിന്റെ ഇല കൊണ്ടറിയാമെന്നല്ല പറഞ്ഞ്, അതിന്റെ ഫലം കൊണ്ടറിയാം. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ പെന്തക്കോസ് ഒരു സ്വാധീനം നമ്മുടെ മേലുള്ളത് കൊണ്ട് ശിംശോൻ ചെയ്ത പോലെ ഒന്ന് കുടഞ്ഞൊഴിയാനൊക്കെ നോക്കിയിട്ട് നടക്കാണ്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ആത്മാവില്ലെന്നാണ്. പക്ഷെ ആത്മാവുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഈ ഫലമാണ്. നമ്മളെ കൂടുതൽ താഴ്മയിലേക്ക് നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ഒരു പ്രവൃത്തി ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. ആത്മാവ് നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല. പറയുന്നത് 10-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ. ക്രിസ്തു ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആത്മാവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഏതായാലും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ഈ ശരീരം മരണത്തിന് അധീനമായ ഒന്നാണ്. ഇത് മരിച്ചേ മതിയാവും. പക്ഷെ ആത്മാവ് നീതി നിമിത്തം ജീവന. പത്രോസ് അപ്പോസ്തലൻ പറയുന്നവനാ, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നമ്മളിലും ഈ ഒരു പുനരുദ്ധാനത്തിന്റെ പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആത്മാവ് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. രണ്ട് കാര്യം നടക്കണം. ഒന്ന് മരണവും, ഒന്ന് പുനരുദ്ധാനവും. നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഈ മരണത്തിന്റെ വഴിയെ നമ്മൾ നടക്കുകയും അതിന്റെ എതിർവശത്തായിട്ട് ഒരു പുനരുദ്ധാനത്തിന്റെ ഒരു ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒരു തകരാറുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മളത് റോമാലേഖനം പഠിച്ചൊരു കാര്യമാണ് അത്. റോമാലേഖനം 5-ാം അധ്യായത്തില് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ലഗ്നത മരണമായ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. 5:17 ജീവനിൽ വാഴുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൽ വെച്ച മനസ്സ് ജീവനും സമാധാനമാണ്. നമ്മൾ 8:6 വായിച്ചു. അപ്പൊ നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നിടത്ത് ഒരു ജീവന്റെ വ്യാപാരം. എഫീസറിൽ 1 അത് പറയുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവന്റെ ഇടയിൽ നിന്ന് ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിപ്പിക്കുന്നുവെങ്കിലോ, യേശുക്രിസ്തുവിനെ മരിച്ചിട്ട് മടക്കി വരുത്തിയ ആ ആത്മാവ് നമ്മളെയും ഒരു ജീവനിലേക്ക് നടത്തുമെന്നുള്ളതാണ്. മുന്നോട്ട് പോകുന്തോറും നാം പാപസംബന്ധമായിട്ട് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നീതിയിൽ നമ്മൾ വളരാൻ തുടങ്ങുന്നു. മത്തായി 5-ൽ കർത്താവ് പറഞ്ഞു, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ കണ്ടൊരു കാര്യം സൗരസന്മാരെ, പലപ്പോഴും നമുക്ക് ഈ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടങ്ങാത്ത ദാഹമുണ്ട്. ആത്മാവിന്റെ ഫലത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി. സ്നേഹത്തിന് വേണ്ടി എന്ന് പറയുമ്പം 1 കൊരിന്ത്യർ 13-ലെ വിശദീകരണം നമ്മൾ നോക്കണം. ദീർഘമായി ക്ഷമിക്കാൻ വേണ്ടി, ദയ കാണിക്കാൻ വേണ്ടി, ദോഷം കണക്കിടാതിരിക്കാൻ വേണ്ടി ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടോ? അതോ നമ്മൾ ലഭിച്ച ചെറിയ ആ ഫലങ്ങളിൽ തൃപ്തരാണ്? ഈ ഒരു ദാഹം നമുക്ക് ജീവിത അവസാനം വരെ ആവശ്യമുള്ള ഒന്നാണ്. മത്തായി 5:3 കർത്താവ് പറഞ്ഞ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഈ ദരിദ്രന്റെ മനോഭാവം മരണം വരെയും നമുക്ക് ആവശ്യമുള്ളതാണ്. കർത്താവ് നമുക്ക് തരുമ്പം അന്നന്നേക്കുള്ളതാണ് തരുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അങ്ങനല്ലേ പഠിപ്പിച്ച്. അന്നന്ന് വേണ്ട ആഹാരം. ആഹാരം എന്ന് പറയുന്നത് ആത്മീയമുണ്ട്, ഭൗതികമുണ്ട്. നമ്മൾ പലപ്പോഴും ഭൗതിക ആഹാരത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നമ്മളൊരു ദരിദ്രന്റെ മനോഭാവം ഉള്ളവനാണെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ ദൈവത്തിൽ നിന്ന്. ലൂക്കോസി പറയുന്നുണ്ടല്ലോ, അവൻ സമ്പന്നന്മാരെ വെറുതെ ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കുന്നു, സമ്പന്നന്മാരെ
വെറുതെ അയച്ചു കളയുന്നു. ഓരോ ദിവസവും ഈ ഒരു ദരിദ്രന്റെ മനോഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്ത് മാത്രമേ ദൈവം വാരി വിതറി തരത്തുള്ളൂ. നമുക്കൊരു സമ്പന്നന്റെ മനോഭാവം ഉണ്ടെങ്കിൽ പലപ്പോഴും സാത്താൻ അങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കൊരു അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ടുവരും. നമ്മൾ പലപ്പോഴും ചോദിക്കും, എനിക്കെന്നാ കുഴപ്പം? നമ്മളെ തന്നെ നമ്മുടെ ഒരു മാർക്കൊക്കെ ഇട്ട് നോക്കും. ഇപ്പൊ ഞാൻ ഒത്തിരി വളർന്നിട്ടുണ്ട്, ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇപ്പം എനിക്കെന്നാ കുഴപ്പം? പക്ഷെ കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ. എല്ലാ ദിവസവും ഒരു ദരിദ്രന്റെ മനോഭാവം നമുക്കില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ലവോദിക്ക സഭയ്ക്ക് എഴുതുമ്പം അതുകൊണ്ടാണ് വെളിപ്പാട് 3:17 എഴുതിയത്, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനാണ്, ദരിദ്രനാണ്, നഗ്നനാണ്, കുരുടനാണ് എന്ന് അറിയാതിരിക്കുക. പലപ്പോഴും സാത്താൻ ഇങ്ങനെ നമ്മളെ വഞ്ചിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മളങ്ങ് ഒരു സമ്പന്നതയുടെ മനോഭാവത്തിലേക്ക്, എനിക്കെന്താ കുഴപ്പം, നമ്മൾ നമ്മളെ തന്നെ പ്രശംസിക്കും. പക്ഷെ ഒരു ദരിദ്രന്റെ മനോഭാവത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവം വാരി വിതറി കൊടുക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞല്ലോ, ഇതിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം ഈ സത്യങ്ങളെ നമ്മൾ ഈ 3 തലങ്ങള്, ജഡീകൻ, പ്രാകൃതൻ, ആത്മീയൻ. ആത്മീയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് നടത്തുന്നവർ ആത്മീയന്മാര്. റോമർ 8:14 പറയുന്നത് തന്നെയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് സ്വയമായിട്ട് നടക്കാൻ പറ്റും, ആത്മാവിനും നടക്കാൻ പറ്റും. സ്വയമായി എന്ന് പറയുമ്പോൾ ദേഹിയിൽ നമുക്ക് നടക്കാൻ കഴിയും, ആത്മാവിൽ നടക്കാൻ കഴിയും. പക്ഷെ ആത്മാവിൽ നടക്കുന്നിടത്ത് മാത്രമേ ദൈവം വാഗ്ദത്തം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ കാണത്തുള്ളൂ. സ്ഥായി ആയിട്ടുള്ളതും നിലനിൽക്കുന്നതും ആയിട്ടുള്ള. നമ്മളിൽ തന്നെ ഇതെല്ലാം തിരിച്ചറിയുന്നത്. നാം നമ്മളിൽ തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിലൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് എബ്രായർ 4:12 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് നമ്മളെ ആത്മാവിൽ നിന്നുള്ളത് എന്താണ്, ദേഹിയിൽ നിന്നുള്ളത് എന്താണ്, ദേഹത്തിൽ നിന്നുള്ളത് എന്താണെന്നുള്ളത് വേർതിരിച്ച് കാണിച്ചു തരും. നമ്മൾ ഈ വഴിയെ നടക്കും തോറും അതിന്റെ വ്യക്തത കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളിൽ തന്നെ നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആത്മാവ് നമ്മളെ കാണിച്ചു തരും, നമ്മുടെ വാക്ക് അധികമായിരുന്നു, ചില വാക്കുകളൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു, അത് ആത്മാവിൽ നിന്ന് വന്നതല്ല, നമ്മളിൽ തന്നെ വന്നതാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3 നമ്മൾ വായിക്കാൻ, അവന്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കും, തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു, തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ളതിനെ ദൈവാത്മാവ് നമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അനുദപിക്കുകയും ദുഃഖിക്കുകയും നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയും നമ്മുടെ അവയവങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന വഴിയാണ് ഈ ജീവന്റെ വർധന, സമൃദ്ധി നമ്മളിൽ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫേസ്യർ 1:17, 18, 19 വാക്യങ്ങൾ. നമ്മുടെ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദർശനത്തിന്റെ വെളിപ്പാന്റെ ആത്മാവിനെ നൽകേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയിക്കുന്നതെന്നും. ഈ ഹൃദയദൃഷ്ടിയിൽ, ആത്മാവിൽ ഈ കാര്യങ്ങൾ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫേസ്യർ 1:4 എന്താണ് ദൈവവിളിയുടെ ഉദ്ദേശം എന്ന് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ് നിങ്ങളെ ലോകസാധനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ പറയാ, ദൈവം തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് കണ്ടു തുറന്ന് എന്തിനാ നിങ്ങളെ വിളിച്ചെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം തരട്ടെ. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലായി. നമ്മളെ വിളിച്ച എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയും പെട്ടെന്ന്, ലോകസാധനത്തിന് വിശുദ്ധരും നിഷ്കളങ്കരുമാണ് എന്നെ വിളിച്ചത്. പക്ഷെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവം ഒരു കാഴ്ച തന്നു കഴിയുമ്പം പരീക്ഷകളിലാണ് നമ്മളത് ഏറ്റുപറയുന്നത്. അവിടെ നമ്മൾ പറയും,
ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധനും നിഷ്കളവുമാകാനാണ്. എൻ്റെ വായിൽ നിന്നാകാത്തൊന്നും വരാൻ പാടില്ല, എൻ്റെ കണ്ണുകൊണ്ടാകാത്തൊന്നും കാണാൻ പാടില്ല, എൻ്റെ കാല് വേണ്ടാത്തടത്ത് സഞ്ചരിക്കാൻ പാടില്ല, ഞാൻ ആകത്തിടത്ത് ഇരിക്കാൻ പാടില്ല. ഓരോ പരീക്ഷയിലും ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരാള് പരീക്ഷകളിൽ തന്നെത്താൻ സൂക്ഷിക്കും. പക്ഷെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് പരീക്ഷയിൽ തന്നെത്താൻ സൂക്ഷിക്കാൻ കഴിയത്തില്ല. പരീക്ഷയിലെല്ലാം പോയി വീഴും. വീണതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നു, അയ്യോ ഞാൻ വീണു പോയല്ലോ. പക്ഷെ ആന്തരിക കണ്ണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാനുള്ള ആശയം അറിഞ്ഞ ഒരാള് പരീക്ഷകളിൽ വീഴാതെ നടക്കാൻ തുടങ്ങും. ആകാത്തൊന്നും പറയത്തില്ല, തന്റെ നാവിനെ നിയന്ത്രിക്കും. പ്രലോഭനങ്ങളുടെ മധ്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടും. വേണ്ടാത്തൊന്നും കേൾക്കാതിരിക്കും, ചെവിയെ സൂക്ഷിക്കും, ആകാത്തൊന്നും പറയാതിരിക്കും. നമുക്ക് പറ്റുന്നൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് വിളിയെ കാണാൻ പറ്റുന്നില്ല. പരീക്ഷയുടെ സമയത്ത് നമ്മളങ്ങ് മറന്നുപോകും. നമ്മൾ വീണ് ആകെ കുഴപ്പത്തിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ പറ്റിപ്പോയല്ലോ. അതാണ് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് ഈ വിളി തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ പരീക്ഷകളിൽ വിശ്വസ്തരായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. നമുക്കും ആ ഒരു പ്രാർത്ഥന നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രത്യേകത നമ്മൾ ഒന്നൊന്ന് പഠിച്ചാലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് ഉപയോഗിക്കണം. അത് മറക്കാൻ പറ്റുമോ? മറന്നാൽ നമുക്ക് വേണ്ട രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ അടിസ്ഥാനങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രാർത്ഥന നമുക്ക് നിരന്തരമായിട്ട് വേണം. നാളെ രാവിലെ നമ്മൾ ഉണരുമ്പോൾ, കർത്താവേ ഇന്നും എനിക്ക് ആവശ്യമുള്ള ആഹാരം തരണം, എന്നാലേ നമുക്ക് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ, ദൈവേഷ്ടപ്രകാരം മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ഈ സത്യങ്ങളൊന്ന് കാണാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് വിട്ടാൽ പോരാ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ടി ഒന്നാത്. കർത്താവ് എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്നെ വിളിച്ച എന്റെ ആശ എന്താണെന്ന് എന്നെ അറിയാനും സഹായിക്കണേ. പരീക്ഷകളിൽ ആ നിലയിൽ അത് ഗ്രഹിച്ച് പരീക്ഷകളെ ജയിക്കുന്നൊരു ജീവിതം നയിപ്പാൻ നീ എന്നെ സഹായിക്കണം എന്നുള്ള നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിനെ പിൻപറ്റാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സുരക്ഷങ്ങളുടെ പിതാവ്, അടിയങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അടിയങ്ങളെ വിളിച്ചിരിക്കുന്നു എന്റെ വിളിക്കായി സ്തോത്രം. പാപത്തിന്റെ ഇരുള് നിറഞ്ഞ ഈ ലോകത്ത് ജീവന്റെ വെളിച്ചമായിരിക്കാനായിട്ടാണല്ലോ കർത്താവ് അടിയങ്ങളെ വിളിച്ചത്. അടിയങ്ങളുടെ ജീവിതം വെളിച്ചമുള്ളതായി തീരാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അടിയങ്ങൾ പാടുന്നത് പോലെ ഒരു കൈത്തിരി പോലും കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിട്ട് ഞാൻ പാടുന്ന പോലെ കർത്താവെ, എല്ലാ ദിവസവും ജീവന്റെ പ്രകാശം കൊടുക്കുന്ന ഒരു ജീവിതം നയിച്ച് ഒരിക്കലും അവിടുത്തെ സന്നിധി നിൽപ്പാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അടിയങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.